ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധിക കളി തുടങ്ങിയിട്ടാണുള്ളത്. വരുണോട് പറയുന്നുണ്ട്, ഇനി നീ ഇവിടെ തിരിച്ച് ജോലി ചെയ്യണമെങ്കിൽ ഈ അറക്കൽ മാധവൻ നായർ എന്ന ഈ വലിയ മനുഷ്യൻ്റെ ചിത്രത്തിന് മുന്നിൽ നിന്നിട്ട് മാപ്പ് ഏറ്റു പറയണം. എന്നിട്ട് വേണം ഇനി ഇവിടെ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഏയ് അതൊന്നും വേണ്ട അമ്മേ. പക്ഷെ രാധിക പറയാണ്, അത് വേണം മോനെ. അപ്പോഴേക്കും വരുണ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യാം. വരുൺ ആ ചിത്രത്തിന് നേരെ പോകുമ്പോഴേക്കും പെട്ടെന്ന് ഗീതു കയറി വരികയാണ്. അപ്പോൾ ഗീതു വന്നപ്പോൾ തന്നെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ആഹാ വരുണേട്ടൻ വന്നോ? ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ ആ കാത്തിരിപ്പ് വൃഥാവിലായല്ലോ എൻ്റെ ഈശ്വരന്മാരേ. ഗീതു അടുത്ത കളിയാക്കാനുള്ള തുടക്കിടുകയാണ്. അപ്പോഴേക്കും വരുണും രാധിക ഒരുപോലെ തന്നെ തലതാഴ്ത്തുന്നുണ്ട്. കാരണം അവരുടെ പ്ലാൻ ആയതെന്നൊക്കെ ഉള്ളത് ഗീതുവിനറിയാം, ഗോവിന്ദിന് മാത്രമേ അറിയാതെ ഉള്ളൂ. അത് മാത്രമല്ല, ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ വരുണിനെ കാത്തിരുന്നത്? അപ്പോൾ ഗീതു ചിരിച്ചുകൊണ്ട് പറയും, എനിക്കറിയായിരുന്നു വരുമെന്ന്. രാധികാമ്മയുടെ മുറിയുന്നേ ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ പൊതി കണ്ടുകിട്ടിയപ്പോഴേ എനിക്ക് മനസ്സിലായി, അമ്മ മോന് വേണ്ടി നിരാഹാര സമരത്തിലാണെന്ന്. രാധിക ഒന്നും പറയാതെ ചമ്മിയ മുഖഭാവത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ഗീതു വീണ്ടും പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ കണ്ണേട്ടൻ്റെ മനസ്സലിയൊന്നും വരുണേട്ടൻ തിരിച്ചു വരുമെന്നും എനിക്ക് പ്രതീക്ഷിക്കാലോ. പക്ഷെ അതിന് മറുപടി പറയാതെ ഗോവിന്ദ് പറയുന്നുണ്ട്, വരുണിന് ഇങ്ങനെയുള്ള തരികടകൾ കാണിക്കില്ല എന്ന് അച്ഛൻ്റെ ചിത്രത്തിൽ തൊട്ട് സത്യം ചെയ്യ്. അപ്പോഴേക്കും ഗീതു വയ്ക്കും, ഏതച്ഛൻ്റെ കണ്ണേട്ടാ? അപ്പോഴേക്കും രാധിക ഇടയിൽ കയറുകയാണ്, കണ്ണൻ ഒരച്ഛനേ ഉള്ളൂ, അറക്കൽ മാധവൻ നായർ. അപ്പോൾ ഗീതു കളിയാക്കിയിട്ട് പറയും, ഓ ഓ ഓ ഓ കണ്ണേട്ടൻ്റെ അച്ഛൻ. അതിനുശേഷം ഗോവിന്ദനോട് ചോദിക്കുകയാണ്, അല്ല കണ്ണേട്ടാ, വരുണേട്ടൻ എന്തിനാ നമ്മുടെ അച്ഛനെ തൊട്ട് സത്യം ചെയ്യുന്നേ? അദ്ദേഹം വരുണേട്ടൻ്റെ അച്ഛനല്ലല്ലോ. അപ്പോഴേക്കും രാധികയ്ക്ക് ഷോക്കാവുകയാണ്. അത്രയും പബ്ലിക്കായിട്ട് ഗീതു അത് പറയുന്ന സമയത്ത് ഗോവിന്ദും അമ്മയെ നോക്കുന്നുണ്ട്, വരുണും തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ ഗീതു വീണ്ടും പറയുന്നു, വരുണേട്ടൻ്റെ അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് സത്യം ചെയ്യട്ടെ. എന്നിട്ട് വീണ്ടും സീരിയസ് ആയ ഭാവത്തോടെ വരുണിനോട് ചോദിക്കുകയാണ്, അല്ല വരുണേട്ടാ, അത് ആരാണെന്ന് വരുണേട്ടൻ അറിയോ? അതൊക്കെ രാധികയ്ക്കുള്ള കൊട്ടാണ്, രാധികയ്ക്ക് നന്നായിട്ട് അറിയാം അതൊക്കെ. രാധിക ഇങ്ങനെ പല്ലിറുമ്പി നിൽക്കുകയാണ്. അപ്പോഴേക്കും വരുണും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എടീ അല്ല, പേരറിയില്ലെങ്കിൽ എക്സ് എന്ന് സങ്കല്പിച്ചിട്ട് പ്രതിജ്ഞ ചെയ്താൽ മതി. അപ്പോഴേക്കും രാധിക ഇങ്ങനെ കടിച്ച് പിടിച്ച് നിൽക്കുകയാണ്. അത് കണ്ടിട്ടെന്നോണം തന്നെ ഗോവിന്ദും പറയുന്നുണ്ട്, ഗീതു മതി, നിർത്ത്. ഗോവിന്ദ് എഴുന്നേറ്റിട്ട് ഗീതുവിന് അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും ഗീതു പറയാണ്, ഞാൻ പറഞ്ഞത് മാത്സാ കണ്ണേട്ടാ, മാത്സിൽ സങ്കല്പം മുഴുവൻ എക്സാ. അപ്പോൾ ഗോവിന്ദ് കുറച്ച് ചൂടായിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്, നിന്നോട് പരിഹാസം നിർത്താനേ ഞാൻ പറഞ്ഞത്. ഓക്കെ നിർത്തി. കണ്ണേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. ഇല്ലാത്തൊരാളെ സങ്കല്പിച്ച് സത്യം ചെയ്യുന്നതേ തെറ്റാ. അതുകൊണ്ട് മുമ്പിൽ നിൽക്കുന്ന യാഥാർത്ഥ്യത്തിൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നതാണ് നല്ലത്. അതെങ്ങോട്ടേക്കുള്ളതാണെന്ന് രാധികയ്ക്കും വരുണിനും ഫസ്റ്റ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഗീതു പറയുകയാണ്, ഇനി മോശമായ പ്രവൃത്തികളിലൊന്നും സഞ്ചരിക്കില്ല എന്ന് വരുണേട്ടൻ രാധികാമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യട്ടെ. രാധിക ശരിക്കും ഷോക്കായി പോവാണ്. കാരണം വരുൺ എന്തായാലും മോശം വഴികളിലൂടെ സഞ്ചരിക്കുള്ളൂ എന്ന് രാധികയ്ക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ രാധിക പതറിക്കൊണ്ട് ചോദിക്കുകയാണ്, എൻ്റെ തലയിലോ? ആ അതേ രാധികാമ്മേ, ഗീതു സ്നേഹത്തോടെ പറയാണ്. അമ്മയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്യം, പ്രപഞ്ച സത്യം. അച്ഛനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പോലും അമ്മയ്ക്കേ പറ്റൂ. ലാസ്റ്റ് ഗത്യന്തരമില്ലാതെ വീണ്ടും കണ്ണൻ്റെ അടുത്ത് തന്നെ എത്തുകയാണ്. ദേ കണ്ണ, ഇവൾ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്യുക. പക്ഷേ ഇത്തവണ കണ്ണൻ നിന്നിട്ടുണ്ടായിരുന്ന ഗീതുവിനൊപ്പമാണ്. അല്ലമ്മേ, അവൾ പറഞ്ഞതൊരു പ്രപഞ്ച സത്യ. കണ്ണൻ ഒപ്പം നിന്നതിൻ്റെ സന്തോഷം ഗീതുവിന് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗീതു സന്തോഷത്തോടെ പറയും, കറക്റ്റ്. അതിനുശേഷം വരുണിൻ്റെ രാധികയുടെ അടുത്ത് പോയിട്ട് പറയും, വരുണേട്ടാ ആ കൈങ്ങ് തന്നേ എന്ന് പറഞ്ഞിട്ട് കൈ എടുത്തിട്ട് രാധികയുടെ തലക്ക് മുകളിൽ വെക്കുകയാണ്. ഇനി സത്യം ചെയ്. പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ആ ഒരു വെപ്രാളത്തിൽ നിൽക്കുകയാണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാനുള്ളൊരു അവസ്ഥ വരുണും വന്നത്. തൻ്റെ തലയിലാണ് വരുണിൻ്റെ കൈ ഇരിക്കുന്നത് എന്നുള്ളൊരു ടെൻഷനിലാണ് രാധിക നിൽക്കുന്നത്. അപ്പോൾ അത് ആസ്വദിച്ചിട്ടെന്നോണം ഗീതു പറയുന്നുണ്ട്, ഓ ഇനി സത്യവാചകം ഞാൻ ചൊല്ലിത്തരണോ? അപ്പോൾ വരുണ് പറയും, വേണ്ട എനിക്കറിയാം. അപ്പോൾ ഗീതു കുസൃതിയോടെ പറയും, എന്നാ ചൊല്ലിക്കോ. അപ്പോൾ വരുണ് പറയാണ്, ഞാനിനി കമ്പനിയെ ചതിക്കുന്നൊന്നിനും കൂട്ടു നിൽക്കില്ല. അപ്പോൾ ഗീതു സീരിയസ് ആയിട്ട് പറയാണ്, അയ്യോ കമ്പനിയെ മാത്രമല്ല കുടുംബത്തെയും ചതിക്കാൻ പാടില്ല. വരുണ് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. കാരണം ഗോവിന്ദിൻ്റെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞാൽ മാത്രമേ വീണ്ടും അകത്തേക്ക് കയറാൻ പറ്റൂ. അപ്പോൾ അതിനുശേഷം വീണ്ടും പറയാണ്, ഞാനിനി കമ്പനിയെയും കുടുംബത്തെയും ചതിക്കില്ല, സത്യം. രാധികയുടെയും വരുണിൻ്റെയും മനസ്സ് തകർന്നിട്ടാണ് ഉണ്ടായിരുന്നതെങ്കിലും ഗോവിന്ദ് പുഞ്ചിരിക്കുകയാണ്. കാരണം ഗോവിന്ദിൻ്റെ മനസ്സിൽ കളങ്കമൊന്നും ഇല്ലാത്തത് കാരണം അവൻ ചെയ്തത് ഏതർത്ഥത്തിലാണെങ്കിലും അത് സത്യം തന്നെ എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഗോവിന്ദ് ചിന്തിക്കുന്നത്. അപ്പോൾ ഗീതു പറയും, ഇനി വരുണേട്ടൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ രാധികാമ്മയുടെ തല ഡിം പൊട്ടിത്തകരും. അപ്പോൾ പെട്ടെന്ന് രാധിക സ്വന്തം തലയിലേക്ക് നോക്കുകയാണ്. അതിനുശേഷം ഒന്നുകൂടെ നീങ്ങി നിന്നിട്ട് വരുണിൻ്റെ ചെവിയിലായിട്ട് പറയുന്നുണ്ട്, വാക്ക് പാലിച്ചേക്കണേ മോനെ. അത് ആ പിറുപിറുക്കൽ കെട്ടിട്ടെന്നോണം ഗീതുവിന് ചിരി വരികയാണ്. അപ്പോൾ വരുണേട്ടാ ബെസ്റ്റ് വിഷസേ. അപ്പോൾ വരുണ് പറയും, താങ്ക്സ്. അത് കഴിഞ്ഞ് എല്ലാവരും ഓരോ ഭാഗത്തേക്ക് പിരിയാൻ വേണ്ടി പോവാണ്. അപ്പോഴേക്കും ഗോവിന്ദ് പറയുന്നുണ്ട്, നിൽക്ക്,
അപ്പോൾ ഗീതു എന്താ എന്ന അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് കുറച്ചൊന്ന് പതറിക്കൊണ്ട് പറയാണ്, എനിക്ക് പറയാനുള്ളത് ഗീതു മാത്രമല്ല, അമ്മയും വരുണും കേൾക്കണം. അപ്പോൾ അവരെല്ലാവരും കൂടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. അപ്പം വീണ്ടും ഗോവിന്ദ് അതുപോലെ തന്നെയാണ് സംസാരിക്കുന്നത്. രഞ്ജു അക്കൗണ്ടൻസി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഓഫീസിലെ അക്കൗണ്ട്സിൻ്റെ ചുമതല അവളെ ഏൽപ്പിക്കണമെന്ന് ഞാൻ കരുതുക. ഗീതുവിനെ പോലെ തന്നെ രാധികയും വരുണും ഒരുപോലെ ഷോക്കാവുകയാണ്. അപ്പം വീണ്ടും ഗോവിന്ദ് പറയുന്നുണ്ട്, അവൾക്ക് വേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ തയ്യാറാക്കണം. എല്ലാവരും മറുപടി ഒന്നും പറയാതെ കുറച്ചു നേരം ഒരു ദേഷ്യം എന്നൊരു ഭാവത്തിൽ നിൽക്കുകയാണ്. അതിനുശേഷം ഗീതു പറയുന്നുണ്ട്, കമ്പനി നിയമപ്രകാരം അവൾ ആദ്യം ബയോഡേറ്റയും സർട്ടിഫിക്കറ്റും തരണം. അത് കഴിഞ്ഞാലേ ഓർഡർ തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗീതുവിന് മുന്നിൽ സംസാരിച്ച് ജയിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തോടെ തന്നെ ഗോവിന്ദ് പറയുന്നുണ്ട്, ഓക്കെ, എല്ലാം നിൻ്റെ പേരിലേക്ക് അയക്കാൻ ഞാൻ അവളോട് പറയാം. ശരി. അതും പറഞ്ഞ് വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ ഗീതു അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പക്ഷേ രാധികയും വരുണും ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. വിജയലക്ഷ്മി വീണ്ടും ഗോവിന്ദിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ഗോവിന്ദ് കോൾ എടുക്കുന്നില്ല. അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഗോവിന്ദ് എൻ്റെ കോൾ കണ്ടാൽ എടുക്കില്ല. പക്ഷേ അജാസ് ഇവിടെ രഞ്ജുവിനെ കണ്ട കാര്യം പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമാവും. ഇക്കാര്യം അജാസ് ഗീതുവിനോട് പറയുന്നതിന് മുമ്പ് ഗോവിന്ദിനോട് പറഞ്ഞ് അജാസിനെ ബ്ലോക്ക് ചെയ്യണം. ഗോവിന്ദിനെ ഓഫീസിൽ പോയി കണ്ടാലോ? ഗീതുവിൻ്റെ സംശയം കൂടും. മാത്രമല്ല ഓഫീസിലുള്ളവർ ഞാൻ ആരാടെന്ന് അന്വേഷിക്കും. ആ രീതിയിൽ ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ഗോവിന്ദിന് ഇതൊന്നും അറിയിക്കും? ഗീതു ക്യാബിനിൽ നിന്നുകൊണ്ട് ആലോചിക്കുകയാണ്. രഞ്ജുവിൻ്റെ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റും കിട്ടിയാൽ അതിൽ അവളുടെ അഡ്രസ്സ് ഉണ്ടാവും. അങ്ങനെ അവളുടെ വീട്ടുകാരെ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാധിക മുറിയിലേക്ക് വരുന്നത്. ഗീതു ഇങ്ങനെ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കുകയാണ്. എന്നെയും വരുണിനെയും ആക്രമിച്ച് നീ നിശബ്ദരാക്കി. അസാമാന്യമായി സംസാരിക്കാൻ കഴിവുള്ളവളാണ് നീ. കൺഗ്രാറ്റ്സ്. താങ്ക്സ്. ഗീതു പറയുന്നുണ്ട്. പക്ഷേ സംസാരിക്കാൻ മാത്രമല്ല, പ്രവർത്തിക്കാനും കൂടെ കഴിവുള്ളവളാണ് ഞാൻ. അപ്പം രാധിക കൗശലത്തോടെ പറയുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ നിന്റെ കാൽച്ചുവട്ടിൽ നിന്നും മണ്ണൊലിച്ചു പോകുന്നത് നീ അറിയുന്നില്ല. ചെറുതായിട്ട് ഗീതുവിൻ്റെ മനസ്സിലൊരു കൊളുത്തുവലിവ് ഉണ്ടാവുകയാണ്. സത്യം തന്നെയാണ് എന്നൊരർത്ഥത്തിൽ. അപ്പം രാധിക തുടരുകയാണ്. ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആ രഞ്ജു ആണ്. അവളെയും കൂടി ഓഫീസിൽ പ്രതിഷ്ഠിക്കാനാണ് കണ്ണൻ്റെ നീക്കെന്ന് മനസ്സിലായില്ലേ? അതിനെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അപ്പം രാധിക പറയുന്നത് മുഴുവനായിട്ട് കേട്ടതിന് ശേഷം ഗീതു പറയുന്നുണ്ട്, ശത്രുവിൻ്റെ ശത്രു മിത്രം, അതാണല്ലോ സൈക്കോളജി. അപ്പം രാധികൻ ചിരിച്ചുകൊണ്ട് പറയും, യെസ്, നിനക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഗീതു പറയും, പക്ഷേ കണ്ണേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ശത്രുവല്ല, അവൾ എൻ്റെയും ബെസ്റ്റ് ഫ്രണ്ടാ. അങ്ങനെയാണല്ലോ ഒരു ഉത്തമ ഭാര്യ കരുതേണ്ടത്. അപ്പോൾ രാധിക തിരിച്ചു പറയുന്നുണ്ട്, നീയും ആ ബെസ്റ്റ് ഫ്രണ്ടും വീട്ടിൽ വെച്ചിട്ട് പലതവണ ഏറ്റുമുട്ടിയത് ഞാൻ അറിഞ്ഞു. ഇത്തരം ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്ത നീ എങ്ങനെയാ കുടുംബത്തിന് ചേരുന്നൊരു മരുമകളാകുന്നേ? അപ്പം ഗീതു ചെറുതായിട്ടൊന്ന് പരിഹരിച്ചിട്ട് പറയും, അതൊക്കെ അങ്ങ് ആയിക്കോളും. കുടുംബത്തിൽ താമസിച്ചിട്ട് കുടുംബത്തിലുള്ള ആളുകളെ കൊല്ലാൻ ശ്രമിക്കുന്ന നിങ്ങളും അവകാശപ്പെടുന്നത് നിങ്ങളും ആ കുടുംബത്തിലെ മരുമകളാണെന്നല്ലേ? ആ സ്ഥിതിക്ക് എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. രഞ്ജു എൻ്റെ ശത്രുവാണെങ്കിൽ അവളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് കൂട്ടുകൂടേണ്ട ഗതികേടൊന്നും എനിക്കില്ല. എന്നെ അങ്ങ് വിട്ടേക്ക് രാധികാമേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവിടുന്ന് പോവുകയാണ് ഒരു പുച്ഛത്തോടെ. അപ്പോൾ രാധിക ഇങ്ങനെ പല്ലെറുമ്പി ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. ആ ഒരു വലയിലും ഗീതു വീണില്ലല്ലോ എന്നുള്ള ദേഷ്യത്തിൽ രാധികയുടെ വരവും കാത്ത് നിൽക്കുകയാണ് വരുണ്. അമ്മയുടെ വരവ് കണ്ടപ്പോഴേ വരുണ് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അമ്മ വന്നപ്പോൾ തന്നെ പറയുന്നത് അതാണ്, അവൾ രഞ്ജുവിനെതിരെ നമ്മുടെ കൂടെ നിൽക്കത്തില്ല. അപ്പോൾ വരുണ് പറയും, അത് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. എന്നാലും മറ്റൊരു പെണ്ണ് സ്വന്തം ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് ഞാൻ കരുതിയത്. കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം വരുണ് പറയുന്നുണ്ട്, ഇനി അവളുടെ സഹായം നമുക്ക് വേണ്ടി വരില്ല. കിഷോർ ഇന്ന് കളത്തിലിറങ്ങും. അതോടെ ഗോവിന്ദേട്ടൻ ഗീതുവിനെ വെറുത്തു തുടങ്ങും. ഗതികെട്ട് ഗീതു നമ്മുടെ കാല് പിടിക്കാൻ വരും. അപ്പം രാധികയുടെ മുഖത്ത് ഒരു ചിരിവിരിയാണ്. അതെ, അപ്പോഴാണ് ഞാൻ പൂച്ച എലിയെ തട്ടിക്കളിക്കുന്നത് പോലെ അവളെ തട്ടിക്കളിക്കാൻ പോകുന്നത്. അവളുടെ പ്രാണവേദന കണ്ടിട്ടേ ഞാനിന്ന് ഓഫീസിൽ നിന്ന് പോകുന്നുള്ളൂ. അവർണിക ക്യാബിനിൽ വന്ന് കയറിയപ്പോൾ തന്നെ അവർണികയുടെ മുഖം ഒരുപാട് കരഞ്ഞ ഒരാളുടെ ഫേസ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഗീതുവിനത് മനസ്സിലായി. ഗീതു ചോദിക്കുന്നുണ്ട്, തൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ, താൻ കരഞ്ഞോ? പക്ഷേ അവർണിക മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ ഗീതു വേഗം സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവർണികയുടെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അവർണിക? അപ്പോൾ അവർണിക വീണ്ടും കരയാണ്. എന്താ പറ്റിയത്? അപ്പോൾ അവൾ വീണ്ടും ഗീതുവിൻ്റെ തോളിലേക്ക് തലയഴിച്ച് വെച്ചുകൊണ്ട് കരയാണ്. അപ്പം ഗീതു ആദ്യം ഒന്ന് സമാധാനിപ്പിച്ചിട്ട് അവളൊന്ന് ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ ഗീതു അവളെ ചേർത്ത് പിടിച്ചൊരു അനിയത്തി എന്ന പോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, താനെന്താ കിച്ചുവായിട്ട് വഴക്കിട്ടോ? അവസാനം കരഞ്ഞുകൊണ്ട് തന്നെ അവർണിക പറയുകയാണ്, ഈ കുഞ്ഞ് വേണമെന്ന് അവൻ ഇപ്പോഴും കൺഫ്യൂഷനാണ്. എനിക്കും കിച്ചുവിൻ്റെ വീട്ടുകാർക്കും താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോവാമെന്നൊക്കെ വീട്ടിൽ വെച്ച് സമ്മതിച്ചു. പക്ഷേ ഇവിടെ വന്നിട്ട് വീണ്ടും എന്ത് തീരുമാനിച്ചു എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ഗീതുവിന് കേട്ട വാക്കുകൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് സ്വയം പിറുപിറുക്കുകയാണ്, അയാൾ എന്താ ഇങ്ങനെ? അപ്പോൾ അവർണിക വീണ്ടും കരഞ്ഞുകൊണ്ട് പറയാണ്, എനിക്കറിയില്ല ഗീതാഞ്ജലി,
കുറച്ച് ദിവസമായിട്ട് കിച്ചുവിന് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതോടെ ഒട്ടും സ്നേഹമില്ലാത്ത മട്ടില്ല പെരുമാറ്റം. അപ്പോൾ ഗീതു സമാധാനിപ്പിക്കുകയാണ്. ഏയ് അതൊക്കെ തൻ്റെ തോന്നലായിരിക്കും, ആൾക്കങ്ങനെ അകൽച്ചയൊന്നും കാണില്ല. അപ്പോൾ വയറിൽ കൈവച്ചുകൊണ്ട് അവർണിക പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ കുഞ്ഞിനെ കിച്ചുവിന് ഇഷ്ടമല്ല ഗീതാഞ്ജലി. വിവരം അറിയുമ്പോൾ സന്തോഷത്തോടെ തുള്ളിച്ചാടുന്ന ഞാൻ കരുതിയത്. പക്ഷേ അപ്പോൾ ഗീതു പറയാണ്, കിഷോറിനോട് ഞാൻ വേണേൽ സംസാരിക്കാം, വേണമെങ്കിൽ ഗോവിന്ദേട്ടനോട് സംസാരിക്കാൻ പറയാം. അപ്പം അവർണിക പറയുന്നുണ്ട്, ഗീതാഞ്ജലിയും ഗോവിന്ദ് സാറും പറഞ്ഞാൽ ചിലപ്പോൾ കിച്ചു അനുസരിക്കുമായിരിക്കും. പക്ഷേ ഈ കുഞ്ഞിനെ സ്നേഹിക്കാൻ അവന് കഴിയുമോ? പക്ഷെ അതിന് മറുപടി ഒന്നും ഗീതു പറയുന്നില്ല. മറിച്ച് അവൾ ചിന്തിക്കുകയാണ്, കിഷോറിന് ഈ ലോകത്തിൽ ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ലോകത്തിൻ്റെ കാപട്യം പോലും അറിയാത്ത സ്വന്തം കുഞ്ഞിനെ വെറുക്കാൻ അവന് കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെയാണ് അവർണിക പറയുന്നത്. പക്ഷേ അവൻ്റെ തീരുമാനം എന്തായാലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം. ഹാർട്ട് ബീറ്റ് പോലും വന്ന സ്ഥിതിക്ക് അതിനെ കളയാൻ ഞാൻ തയ്യാറല്ല. ഇത് വീണ്ടും പറയുന്നുണ്ട്, ഞാൻ എന്തായാലും കിഷോറിനോട് സംസാരിക്കാം. ഭാര്യയുടെ സുഹൃത്തെന്ന നിലയിലും ഈ ഓഫീസിലെ എൻ്റെ പൊസിഷൻ വെച്ചും ഞാൻ അയാളോട് സംസാരിക്കാം. അത് തന്നോടുള്ള എൻ്റെ കടമയാണ്. താൻ ചെന്ന് കിഷോറിനോട് ഇങ്ങ് വരാൻ പറ. അപ്പോൾ അവർണിക പുറത്തേക്ക് പോവുകയാണ്. അപ്പം ഗീതു വിചാരിക്കുന്നുണ്ട്, സ്വന്തം ചോരയെ വേണ്ട പോലും നിനക്ക് എങ്ങനെ ഇത്ര ദുഷ്ടനാവാൻ കഴിയുന്നു കിഷോർ. അവർണിക നേരെ കിഷോറിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലാണ്. ഗീതാഞ്ജലി നിന്നെ തിരക്കുന്നുണ്ട്. എന്തിനാ മേഡം എന്നെ തിരക്കുന്നേ? അതെനിക്കറിയില്ല, നീ തന്നെ ചെന്ന് ചോദിക്ക്. നമുക്ക് ഒരുമിച്ച് പോകാം അവർണിക, നിന്നെ തനിച്ച് കാണണമെന്നാ മേഡം പറഞ്ഞേ. ചെറുതായിട്ട് കിഷോർ ഒന്ന് ഞെട്ടുന്ന കാണുമ്പോൾ അവർണിക ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഞെട്ടിയേ? അവളുടെ അടുത്ത് തനിച്ച് പോകാൻ എനിക്ക് വയ്യ. അതെന്താ, ഗീതാഞ്ജലി നിന്നെ പിടിച്ച് വിഴുങ്ങോ? അതൊക്കെ തൊട്ടപ്പുറത്തെ ക്യാബിൽ നിന്ന് സുവർണ ചെവിയോർത്ത് കേൾക്കുന്നുണ്ട്. ഏയ് അതല്ല, എന്നാലും. അപ്പോൾ അവർണിക വീണ്ടും പറയും, കിച്ചു നീ ഒറ്റയ്ക്ക് ചെല്ലണമെന്ന് ഗീതാഞ്ജലി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ അവർണിക എടുത്ത് സംസാരിക്കുകയാണ്. അതിനുശേഷം അവർണിക പോയപ്പോൾ കിഷോർ പുഞ്ചിരിക്കുന്നുണ്ട്, കൗശലച്ചിരി. എന്തായാലും വിചാരിച്ചെടുത്ത് വല വിരിച്ചെടുത്ത് തന്നെ എത്തുന്നുണ്ട്. സുവർണയെ അതുപോലെ തന്നെ രാധികയെ കോൾ ചെയ്യുകയാണ്. ഗോവിന്ദൻ്റെ ക്യാബിനിൽ ഇരുന്നിട്ട് ഫയലുകൾ പരിശോധിക്കുകയാണ് രാധിക. സുവർണയുടെ കോൾ വന്ന സമയത്ത് അത് അറ്റൻഡ് ചെയ്യുന്നില്ല, മറിച്ച് ദൗത്യം സ്റ്റാർട്ട് ചെയ്യുന്നു മനസ്സിലാക്കിയാണ്. അതിനുശേഷം കിഷോർ എഴുന്നേറ്റ് പോവാൻ റെഡിയാകുന്ന സമയത്ത് സുവർണ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയുകയാണ്. ഗോവിന്ദും എന്തോ തിരക്കിട്ട് ഫയലുകളൊക്കെ നോക്കുകയാണ്. പക്ഷെ അതിനിടയിൽ പെട്ടെന്ന് CCTV ദൃശ്യം കണ്ണിൽപ്പെട്ടതുപോലെ രാധിക ഉറക്കെ സംസാരിക്കുകയാണ്. ഇവൻ വീണ്ടും ഗീതുവിൻ്റെ ക്യാബിനിലേക്ക് പോവുകയാണല്ലോ. അതായത് കിഷോർ ഗീതുവിൻ്റെ ക്യാബിനിലേക്ക് പോകുന്ന CCTV കണ്ടിട്ട് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദും ലാപ്പിലേക്ക് കമ്പ്യൂട്ടറിലേക്ക് നോക്കുകയാണ്. എന്നിട്ട് വീണ്ടും പോയിട്ട് അതൊന്ന് സൂം ചെയ്ത് ഫോക്കസ് ചെയ്യുകയാണ്. പക്ഷേ ഗോവിന്ദ് വലിയ താല്പര്യമൊന്നും കാണിക്കാത്ത മട്ടിൽ അവൻ്റെ ജോലിയിൽ തന്നെ തുടരുകയാണ്. അപ്പം വീണ്ടും അവൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് രാധിക പറയുന്നുണ്ട്, ഞാനിവിടെ വന്നിരുന്നിട്ട് 3ാമത്തെ തവണയാണ് അവൻ ഗീതുവിൻ്റെ ക്യാബിനിലേക്ക് പോകുന്നത്. അപ്പോൾ ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അമ്മ ഇവിടെ ഇരുന്നിട്ട് ഓരോരുത്തരും ഏതൊക്കെ ക്യാബിനിലേക്ക് വരികയാണ് പോവുകയാണെന്ന് കണക്കെടുക്കുകയാണോ? അപ്പോൾ ഗോവിന്ദിൻ്റെ മനസ്സിലേക്ക് ആദ്യത്തെ ഒരു തീപ്പൊരി വിതറാൻ വേണ്ടിയിട്ട് രാധിക ശ്രമിക്കുകയാണ്. അതല്ല കണ്ണാ, പഴയ കാമുകിയെ കാണാൻ പോകുന്ന സമയത്ത് ഒരു ഫയലെങ്കിലും അവനവൻ്റെ കയ്യിൽ കരുതായിരുന്നു. അതുപോലും ഇല്ലാതെയാ സല്ലപിക്കാൻ പോകുന്നത്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അമ്മ ഇത്ര ചീപ്പായിട്ട് സംസാരിക്കരുത്. ഒരു പേപ്പട്ടിയെ പോലെയാ അവൾ അവനെ അകറ്റി നിർത്തിയിരിക്കുന്നത്. അതൊക്കെ നിന്നെ കാണിക്കാനുള്ള ഷോ ആണെന്നാണ് ഇവിടുത്തെ സ്റ്റാഫ് പറയുന്നത്. ഗോവിന്ദ് പക്ഷേ അതിന് മറുപടി ഒന്നും പറയാതെ പുഞ്ചിരിക്കുകയാണ്. അപ്പം രാധിക വീണ്ടും പറയും, അവർ തമ്മിൽ വീണ്ടും പഴയ റിലേഷനൊക്കെ തുടങ്ങിയിരിക്കുക. അത് നിനക്കും അവർണികയ്ക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇവിടെ അറിയാം. അപ്പോൾ ഗോവിന്ദ് പറയാണ്, വല്ലവരും പറയുന്നത് കേട്ട് അമ്മ ഇത്ര സില്ലി ആവരുത്. എനിക്ക് ഗീതുവിനെ നല്ല വിശ്വാസമാണ്. അല്ല, ഗീതുവിൻ്റെ ക്യാബിനിൽ CC ക്യാമറ ഇല്ലേ? അപ്പോൾ ഗോവിന്ദ് പറയും, ആ ഉണ്ട്, അത് ഓപ്പൺ ആക്കി നോക്കിയാൽ അവിടെ എന്താ നടക്കുന്നതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഗോവിന്ദ് വീണ്ടും ചിരിച്ചുകൊണ്ട് പറയാണ്, ഗീതുവിനെ എനിക്കൊരു വിദൂര സംശയം പോലും ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒളിഞ്ഞു നോക്കേണ്ട കാര്യമുണ്ടോ അമ്മേ? അപ്പോൾ രാധിക വീണ്ടും പറയുന്നുണ്ട്, നിനക്ക് സംശയമില്ലെങ്കിൽ വേണ്ട, പക്ഷേ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഗോവിന്ദ് അമ്മയുടെ നേരത്തെ തന്നെ നോക്കുകയാണ്, ഒന്നും പറയാതെ. അപ്പോൾ രാധിക വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് അവളുടെ ക്യാബിനിൽ എന്താ നടക്കുന്നതെന്ന് അറിയണം. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഇത്? ഗീതുവിനോട് അമ്മയ്ക്ക് ഇത്തിരി നീരസമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അതിൻ്റെ പേരിൽ ഇത്രയും വലിയ സംശയങ്ങൾ വെച്ച് പുലർത്താൻ പാടില്ല. അപ്പോൾ രാധിക അവസാന തടവെടുക്കുകയാണ്. ഓക്കെ, ഗീതു തെറ്റ് ചെയ്യുന്നില്ലെന്ന് ബോധ്യപ്പെട്ട എൻ്റെ സംശയവും മാറുമല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, അവളുടെ ക്യാബിനിൽ ആ വിഷ്വൽസ് ഒന്ന് കാണിച്ചതാ. അതിൽ തെറ്റ് ചെയ്യുന്നില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എൻ്റെ തെറ്റിദ്ധാരണ ഇപ്പം തന്നെ മാറുമല്ലോ. അപ്പോൾ ഗോവിന്ദും പറയാണ്, ഓ ശരി, പണ്ട് അഗ്നിശുദ്ധി തെളിയിച്ചിട്ടാണ് ശ്രീരാമൻ സീതാദേവിയെ പോലും വിശ്വസിച്ചത്. അതുകൊണ്ട് ഗീതുവിന് വേണ്ടി അമ്മയ്ക്ക് മുന്നിൽ ഞാൻ CCTV ശുദ്ധി തെളിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് CCTV ഗീതുവിൻ്റെ ക്യാബിനിലെ വിഷ്വൽസ് കാണിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഗോവിന്ദ് ഓപ്പൺ ആക്കിയ സമയത്ത് നോ സിഗ്നൽ എന്നാണ് കാണിക്കുന്നത്. അപ്പം രാധിക പതിയെ കളിയാക്കൊണ്ട് ചിരിക്കുകയാണ്, ഗോവിന്ദ് അറിയാതെ. അപ്പം ഗോവിന്ദ് വിചാരിക്കും, ഇതെന്ത് പറ്റി എന്നൊരർത്ഥത്തിൽ നിൽക്കുമ്പോൾ രാധിക പെട്ടെന്ന് ചോദിക്കും, അല്ല ഗീതുവിൻ്റെ ക്യാബിനിലെ CCTV വിഷ്വൽസ് എവിടെ? അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അത് തട്ടിപ്പൊട്ടിച്ചിട്ട് കാര്യമില്ല, ആ ക്യാബിനിലെ CCTV വർക്കാവുന്നില്ല. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ അത്ഭുതത്തോടു കൂടി അമ്മയെ നോക്കുകയാണ്, അമ്മ എങ്ങനെ അറിഞ്ഞു എന്ന അർത്ഥത്തിൽ.
അപ്പോൾ രാധിക ആസൂത്രണം ചെയ്ത പ്രകാരം പറയാണ്, ഞാനിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് വരുണിനെ ജോലിയിലേക്ക് തിരിച്ചെടുക്കാൻ മാത്രമല്ല, ചിലതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാ. തീയില്ലാതെ പുകയുണ്ടാവില്ല കണ്ണാ. അപ്പോൾ ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതൊക്കെ പണ്ടമ്മേ, ഇന്ന് സ്മോക്കിംഗ് വിഷൻ അടിച്ചാലും പുകയുണ്ടാവും. നമുക്കൊന്നും കാണാൻ പറ്റാത്ത വിധം സ്മോക്കോട് സ്മോക്ക്, കംപ്ലീറ്റ് സ്മോക്ക്, ആകെ ഒരു പുകമറ. ഗോവിന്ദ് എന്നിട്ട് പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ രാധിക ഒന്ന് ആലോചിച്ചതിന് ശേഷം പറയും, നമുക്ക് ഗീതുവിൻ്റെ ക്യാബിനിൽ പോയി അവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കാൻ കണ്ണാം. എന്തിനി? ഗോവിന്ദ് കുറച്ച് നീരസത്തോടെയാണ് പറയുന്നത്, അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട. അതേസമയം ഗീതു സ്വന്തം ക്യാബിനിൽ കിഷോറിനെ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. കുറേ സമയമായി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ തുടങ്ങിയിട്ട്, നിങ്ങൾ നിങ്ങളുടെ ചോരയിൽ പിറന്ന സ്വന്തം കുഞ്ഞിനെ വെറുക്കാനുള്ള കാരണം എന്താണ്? അപ്പോഴേക്കും ഗീതു അറിയാതെ കിഷോർ കയ്യിലിരുന്ന സ്വന്തം ഫോണിൽ നിന്നും റെക്കോർഡ് ഓൺ ആക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഗീതു ചോദിക്കുന്നുണ്ട്, ഇനിയും മൗനവ്രതം തുടരാനാണോ ഭാവം? അപ്പം കിഷോർ വളരെ തന്മയത്തോടെ അവതരിപ്പിക്കുകയാണ്, ഞാൻ ആഗ്രഹിച്ചത് നമ്മുടെ ചോരയിലുണ്ടാവുന്ന കുഞ്ഞിനെയാണ്. അപ്പോൾ ശരിക്കും അത് ഗീതുവിന് ഷോക്കായിരുന്നു. അപ്പം ഗീതു ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന സമയത്ത് വീണ്ടും കിഷോർ പറയാണ്, എൻ്റെ കുഞ്ഞ് ജനിക്കേണ്ടത് നിൻ്റെ വയറിലായിരുന്നു, അതായിരുന്നു എൻ്റെ സ്വപ്നം. അപ്പോൾ ഗീതു ഇങ്ങനെ സർവ്വ ദേഷ്യത്തോടെയും പറയുന്നുണ്ട്, ആ സ്വപ്നം തകർത്തത് ആരാ? നീ തന്നെയല്ലേ? അവർണികയെ ഹോസ്പിറ്റലിൽ കാണിച്ചത് ഞാനാ. എൻ്റെ മുന്നിൽ വെച്ച ഡോക്ടർ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഞാൻ ഷോക്ക്ഡായിപ്പോയി. അപ്പോൾ ഞാൻ ആലോചിച്ചത്, നിന്നെപ്പോലൊരു ദുഷ്ടന് ആ കുഞ്ഞിനെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുമെന്നാ. എൻ്റെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ട് എന്തു പറ്റിയെന്ന് അവർണിക എന്നോട് ചോദിച്ചു. അപ്പം പുഞ്ചിരിച്ചുകൊണ്ട് കിഷോർ പറയാണ്, എൻ്റെ കുഞ്ഞിനെ നീയും ആഗ്രഹിച്ചിരുന്നതായി അവളോട് പറയാൻ വയ്യായിരുന്നോ? അപ്പോഴേക്കും ഗീതുവിൻ്റെ ദേഷ്യം മൊത്തം വരികയാണ്. ഡാ എന്ന് പറഞ്ഞുകൊണ്ട് കിഷോറിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് ഷർട്ടിന്. ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവൾ നിന്നെയും കൊന്ന് ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കിഷോറിനെ പിടിച്ച് തള്ളുകയാണ്. ആദ്യം ഒന്ന് ഷോക്കാവുകയാണെങ്കിൽ അതിനുശേഷം വീണ്ടും കിഷോർ പറയാണ്, അവർണികയിൽ നിന്നും എൻ്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദിയുണ്ട് ഗീതു. ഞാൻ രക്ഷിച്ചത് നിന്നെയല്ല, മനസ്സിൽ നന്മ മാത്രമുള്ള അവളെയാ. നീ ചാകേണ്ടവൻ തന്നെയാ, പക്ഷെ അവൾ അങ്ങനെയല്ല. നിന്നെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ അവൾ ഇല്ലാതാവാൻ പാടില്ല. അപ്പം കിഷോർ കൗശലത്തോടു കൂടി ചിരിച്ചിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ്, നിന്നിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ച ഡയലോഗ് കിട്ടി. എന്നിട്ട് റെക്കോർഡർ ഓഫാക്കുകയാണ്. ഇനി ഇത് എൻ്റെ ഇഷ്ടത്തിന് വളച്ചൊടിക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കിഷോർ നിൽക്കുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡ് എന്തൊക്കെ സംഭവിക്കുക നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടു നോക്കാം. ഇന്നത്തെ കഥ ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. ബൈ.